بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു നമുക്കെല്ലാവർക്കും സുഖവും സന്തോഷവും ആഫിയത്തും നൽകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 217. ഇതിൽ സൂറത്ത് തക്കാസുറാണ് എടുക്കുന്നത്. അൽഹാക്കുമുത്ത് തക്കാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ്. ഇതിൽ മൊത്തം ആയത്തുകൾ 8. ഈ സൂറത്ത് എടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഇതിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ചുരുക്ക വിവരം പറയാം. تتحدث عن إشغال الناس بمغريات الحياة وتغالبهم على جمع حطام الدنيا حتى يقطع الموت عليهم متعتهم ويأتيهم فجأة وبغتة وينقلهم عن القصور إلى القبور. ഈ സൂറത്തിൽ പറയുന്ന കാര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ആകർഷകമായ സൗകര്യങ്ങൾ, അതുപോലെ ദുന്യാവിൽ വേണ്ടുന്ന സാധനങ്ങൾ ഒരുമിച്ച് കൂട്ടാനുള്ള പരക്കം പാച്ചൽ മനുഷ്യന്, ഇതെല്ലാം ആയിക്കൊണ്ട് മനുഷ്യൻ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവന് മരണം പിടികൂടും. മരണം പിടികൂടിക്കഴിഞ്ഞാൽ അവൻ്റെ സുഖജീവിതങ്ങളൊക്കെ നഷ്ടപ്പെടും. പെട്ടെന്ന് വരുന്ന ആ മരണത്തെ അവൻ അഭിമുഖീകരിക്കുമ്പോൾ എല്ലാം അവന് നഷ്ടപ്പെട്ടു. പിന്നെ എന്താണുള്ളത്? അവന് സുഖസുന്ദരമായ ഈ മണിമാളികകളിൽ ജീവിക്കുന്ന ജീവിതം അവസാനിച്ചു പോകുന്നത് ഖബറിലേക്കാണ്, 6 അടി മണ്ണിൽ. ഇത് പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇന്നലെ വരെ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ ഇന്ന് പുലർച്ചെയാകുമ്പോഴേക്കും 6 അടി മണ്ണിനടിയിൽ കിടക്കാനുള്ള കാര്യങ്ങളെ പറ്റി ഉള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലും പരിസരത്തും അതിനുവേണ്ടി ജനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാളികകളിൽ നിന്ന് പെട്ടെന്നാണ് ഖബറിലേക്ക് പോകുന്നത്. ഖുസൂറിൽ നിന്ന് ഖുബൂറിലേക്കാണ് പോകുന്നത്. ഖസറുകൾ എന്ന് പറഞ്ഞാൽ മണിമാളികകൾ, അതിൽ നിന്ന് ഖബറിലേക്കാണ് പോകുന്നത്. ഇത് പെട്ടെന്നാണ്. ഈ സൂറത്തിൽ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ എന്നുള്ള കാര്യങ്ങൾ വളരെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതായത് സജറും ശാസനയും താക്കീതും നിറഞ്ഞ സൂറത്താണത്. ആദ്യ സൂറത്ത് അസ്സജറു വൽ ഇൻദാർ. എന്തിനു വേണ്ടി? തഖ്വീഫൽ ലിന്നാസി, ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയോ തംബീഹൻ അലാ ഖതഇഹിം, അവരുടെ തെറ്റ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയും ബിശ്തിഗാലിഹിം ബിൽ ഫാനിയ അനിൽ ബാഖിയ, അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ നശിച്ചു പോകുന്ന ഈ ദുന്യാവിന് വേണ്ടി അവർ ചെയ്യുന്ന ത്യാഗം, അവർ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ശാശ്വതമായ ആഖിറത്തിന് വേണ്ടിയായിരുന്നു അവർ പണിപ്പെടേണ്ടത്. അതിനെ മറന്നുകൊണ്ട് ദുന്യാവിന് വേണ്ടി അവർ ചെയ്യുന്ന ത്യാഗങ്ങൾ വളരെയധികം തെറ്റാണ് അവർ ചെയ്യുന്നത് എന്ന് ഉണർത്താൻ വേണ്ടിയുമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ സൂറത്തിൽ പറയുന്നുണ്ട്. ഇനി സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാക്കുമുത്ത് തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ لترون الجحيم ثم لترونها عين اليقين
ثم لتسألن يومئذ عن النعيم അൽഹാക്കും അത്തക്കാസുർ അയ്യുഹന്നാസ് മനുഷ്യരെ നിങ്ങളെ ജോലിയാക്കിയിരിക്കുന്നു. നിങ്ങൾ പൊങ്ങച്ചം പറയലും പെരുമ കാണിക്കലും, പരസ്പരം പൊങ്ങച്ചം പറയുക, പെരുമ കാണിക്കുക. അത്തക്കാസുർ, എന്തുകൊണ്ടാണ് പൊങ്ങച്ചവും പെരുമ കാണിക്കലും ഒക്കെ ഉണ്ടായിത്തീരുന്നത്? ധനം കൊണ്ട്. ധനം കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ പൊങ്ങച്ചക്കാരനായി അവൻ വേണ്ടുന്ന നിരക്കും മറ്റുള്ളിടത്തൊക്കെ അവൻ വലിയ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നീങ്ങും. അതുപോലെ തന്നെ സന്താനങ്ങൾ, ആൺകുട്ടികളുള്ള ആളുകൾ വളരെ പൊങ്ങച്ചങ്ങളും പറയാം. പിന്നെ ഒരു ലേശം സ്വാധീനം കൂടുതലുള്ള, നാട്ടിൽ സ്വാധീനം കൂടുതലുണ്ടെങ്കിൽ, ആളുകളുടെ ഫലവും അവനുണ്ടെങ്കിൽ അവനും വലിയ പൊങ്ങച്ചക്കാരനും പെരുമ കാണിക്കുന്നവനുമായി. ഈ നിലയിലാണ് ഇതിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. ആഖിറത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ആഖിറത്തിനെ മറന്നുകൊണ്ട്, അള്ളാഹുവിനുള്ള താഴത്ത് മറന്നുകൊണ്ട് പൊങ്ങച്ചക്കാരും പെരുമ കാണിക്കുന്നവരുമായിട്ട് അവർ മുന്നോട്ട് പോവുക. ഇത് അൽഹാക്കും നിങ്ങളെ ജോലിയാക്കി, അത്തക്കാസുറു പെരുമ കാണിക്കലും പൊങ്ങച്ചവും. എന്തുകൊണ്ട്? നിങ്ങളുടെ ധനം കൊണ്ടും നിങ്ങളുടെ സന്താനങ്ങളെ കൊണ്ടും. നിങ്ങൾക്ക് ജനസ്വാധീനമുണ്ടെങ്കിൽ അതുകൊണ്ടും നിങ്ങൾ പൊങ്ങച്ചവും പെരുമ കാണിക്കലും ആയിരിക്കുകയാണ്. ഏതുവരെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഹത്താ സുർത്തുമുൽ മഖാബിർ, ഹത്താ സുർത്തും നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ. അൽ മഖാബിർ, ശ്മശാനങ്ങൾ, നിങ്ങളുടെ ഖബറുകൾ. നിങ്ങൾ ഖബറിലേക്ക് പോകേണ്ടവരാണെന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഖബറിൽ നിങ്ങൾ എത്തുന്നത് വരെ ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അൽഹാക്കും തക്കാസുറ ഹത്താ സുർത്തുമുൽ മഖാബിർ ഹത്താ അദ്റകകുമുൽ മൗതു, നിങ്ങളെ മരണം പിടികൂടുന്നത് വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുഫിൻതും മഖാബിർ, ഖബറുകളിൽ നിങ്ങളെ മറവ് ചെയ്യുന്നത് വരേക്കും. കുർത്തുബിയുടെ കുറിക്കുന്നതുമാണ് ശവലക്കുമുൽ മുബാഹാത്തുബി കസറത്തുൽ മാലി, ധനം കൂടുതലുണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾ അഹങ്കരിക്കുക. വല്ലൗലാദി, സന്താനങ്ങൾ കൂടുതലുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ അഹങ്കരിക്കുക. അള്ളാഹുവിന് താഴത്ത് ചെയ്യാതെ ഹത്താ മുത്തും അങ്ങനെ നിങ്ങൾ മരിക്കുകയും അതുപിന്തും നിങ്ങൾ ഖബറിൽ മറപാടപ്പെടുകയും ചെയ്താൽ ഇതുവരേക്കും നിങ്ങൾ അഹങ്കരിച്ചു കൊണ്ടിരിക്കും എന്നർത്ഥം. കല്ലാ സൗഫ തഅലമൂൻ, സംശയം വേണ്ട കേട്ടോ. സൗഫ തഅലമൂൻ, നിങ്ങൾ പിന്നീട് എല്ലാം അറിയും, എല്ലാം മനസ്സിലാക്കും. ഇത് ഇവിടെ സജറും തഹദീദുമുണ്ട്, ശാസനയും ഭീഷണിയുമുണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന്. ഇർത്തദിഉ വൻസജിറു, ജനങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും നിങ്ങൾ ഉപദേശം സ്വീകരിക്കുകയും ചെയ്യണം. എല്ലാം എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും ഉപദേശം സ്വീകരിക്കുകയും ചെയ്യണം. യാതൊരു സംശയവുമില്ല. സൗഫ തഅലമൂൻ, പിന്നെ നിങ്ങൾ അറിയും, എല്ലാം മനസ്സിലാക്കും. നിങ്ങൾക്ക് യാതൊരു ഫലവുമില്ലാത്ത, ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതരായിക്കൊണ്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഉപദേശത്തെ സ്വീകരിക്കുകയും ചെയ്യണം. വസൗഫ തഅലമൂന ആഖിബത ജഹ്ലിക്കും, നിങ്ങളുടെ വിവരമില്ലായ്മയുടെ അനന്തര ഫലം എന്താണ്, അതിൻ്റെ ഭവിഷ്യത്തെന്ന് നിങ്ങൾ പിന്നീട് അറിയും. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിങ്ങൾ വളരെ ധിക്കാരപരമായി പെരുമാറുന്നതിനെയും തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഫാനിയായ, ഈ നശിച്ചു പോകുന്ന ദുന്യാവിനെ നിങ്ങൾ പരിഗണിക്കാതെ ആഖിറത്തിന് വേണ്ടി നിങ്ങൾ പാടുപെടണം. സുമ്മ കല്ലാ സതഅലമൂൻ സൗഫ തഅലമൂൻ, സംശയമില്ല പിന്നെയും
നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങളറിയും. ഇവിടെ വഴതും ഇസ്ര വഴീതും ഇസ്ര വഴീതാണ്. ഭീഷണിക്ക് പിന്നിൽ വീണ്ടും ഭീഷണിയാണ്. സിയാദത്തും ബിത്തഹ്ദീദ്, ശാസനയുടെയും ഭീഷണിയുടെയും തീവ്രത ഇവിടെ വളരെ വ്യക്തമാവുന്നുണ്ട്. സുമ്മക്കെല്ലാ സിയാനമോ എന്ന് പറയുന്നത്. അതുകൊണ്ട് സൗവ തായലമൂന ആത്തിപ്പത്ത് തെക്കാസുരിക്കും തഫാഹുരിക്കും, നിങ്ങൾ പിന്നീട് മനസ്സിലാക്കും നിങ്ങളുടെ ഈ പൊങ്ങച്ചത്തിൻ്റെയും പെരുമ കാണിക്കുന്നതിൻ്റെയും അനന്തരഫലം എന്തായിരിക്കുമെന്ന് നിങ്ങളൊക്കെ അറിയാം, നിങ്ങൾ മനസ്സിലാക്കും. ഇതാ നസറബിക്കുമൽ മൗത്തും, മരണം നിങ്ങൾക്ക് ആസന്നമായി കഴിഞ്ഞാൽ, വായന്തും അഹ്വാലഹുവശദായിദഹു, അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, ആ മരണത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ, നിങ്ങളുടെ കണ്ണിൽ കാണുമ്പോൾ, നിങ്ങളുടെ തക്കാസുറിൻ്റെയും തഫാഹുറിൻ്റെയും അനന്തരഫലം എന്തായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കും. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, കല്ലാ സംശയം വേണ്ട, ലൗ തഅലമൂന നിങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ, ഇൽമൽ യഖീൻ സുദൃഢമായ അറിവ് നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ, ഫലൗ അലിംതും ഇൽമൽ ഹഖീഖി, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇൽമൽ ഹഖീഖി യാഥാർത്ഥ്യമായ അറിവ് നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ, അല്ലദീ ലാ ശക്ക ഫീഹി വലം തറ, യാതൊരു സംശയത്തിനും ഇടം നൽകാത്ത വിധത്തിൽ യഥാർത്ഥമായ അറിവ് നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങൾ തീർച്ചയായും അള്ളാഹുവിനെ നിങ്ങൾ ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്, ലൗ തഅലമൂന മാ അഅലമു ലലഹിഖ്തും ഖലീലൻ വലബകൈതും കസീറാ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ അഅലമു ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലലഹിഖ്തും ഖലീലൻ നിങ്ങൾ വളരെ കുറച്ച് ചിരിക്കുകയും, വലബകൈതും കസീറൻ നിങ്ങൾ കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നു. ആറാമത്തെ ആയത്തിലെ തറവുന്നൽ ജഹീം, ആളിക്കത്തുന്ന അഗ്നി, നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. തറവുന്ന തൈക്കീദിൻ്റെ നൂന് അവസാനം കൊടുക്കുന്ന നൂനല്ല, തറവുന്ന തൈക്കീദിൻ്റെ ലാമ്, ഈ രണ്ട് തൈക്കീദ് ഇവിടെ ഉണ്ടല്ലോ, തറവുന്ന തീർച്ചയായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്നാണ് അർത്ഥം. നിങ്ങൾ കാണും എന്ന് പറഞ്ഞാൽ അത് ഈ തൈക്കീദില്ല, തറവുന്ന നിങ്ങൾ കാണുക തന്നെ ചെയ്യും, അർത്ഥത്തിന് വളരെ വ്യത്യാസമാണ്. അത് ജഹീം, ആളിക്കത്തുന്ന അഗ്നിയെ, നരകത്തെ നിങ്ങൾ കാണും. സുമ്മലതറവുന്നഹൈനൽ യഖീൻ, പിന്നെ നിങ്ങൾ കാണും, തീർച്ചയായും നിങ്ങൾ കാണും അതിനെ. ഇതാ നരകത്തായനൽ യഖീൻ, സുദൃഢമായ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ആ നിങ്ങളുടെ കാഴ്ച, റൂയത്തൻ ഹഖീഖിയത്തൻ, ശരിയായ നിലക്കുള്ള കാഴ്ച നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ബിൽ മുശാഹദത്തിൽ ഐനിയ, കണ്ണുകൊണ്ടുള്ള കാഴ്ച. അപ്പോൾ ഏഴാമത്തെ ആയത്താണ്. ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് അതിൻ്റെ ശിക്ഷകൾ വരുന്ന സമയത്ത് നിങ്ങൾ ആ ശരിയായ ദൃഢമായ ആ കാഴ്ച നിങ്ങൾക്കുണ്ടാവും, സുദൃഢമായ കാഴ്ച. പിന്നെ തുസ്അലുന്ന, തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. തുസ്അലുന്ന, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. തുസ്അലുന്ന, ചോദ്യം ചെയ്യും എന്നല്ല അർത്ഥം. ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ അത് അത്രയും അർത്ഥത്തിന് ഗാംഭീര്യം നൽകിക്കൊണ്ടാണ് പറയുന്നത്. തുമ്മല തുസ്അലുന്ന യൗമഇദിൻ, അന്നേ ദിവസം എന്ന് പറഞ്ഞാൽ ഈ ഖിയാമത്ത് നാളിൽ, അനിന്നയും നിങ്ങൾ അനുഭവിച്ച
അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ സംബന്ധിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആഖിറത്തിൽ വെച്ചുകൊണ്ട് ദുനിയാവിൽ നിങ്ങൾ അനുഭവിച്ച നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ നിർഭയത്വം, മറ്റുള്ള ജീവിതത്തിന് സുഖവും സന്തോഷവും നൽകുന്ന ആഡംബര ജീവിതം നിങ്ങൾ നയിച്ചതിനുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടും. എന്തെല്ലാമാണ് നിങ്ങൾ അനുഭവിച്ചത്? മിൻ മതാമിൻ വശറബ്, അന്നപാനീയങ്ങൾ, മറ്റുള്ള താമസ സൗകര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ സുഖമായിട്ട് ദുനിയാവിൽ ജീവിച്ചു. അപ്പോൾ ഇതിനെപ്പറ്റിയെല്ലാം അല്ലാഹു ചോദ്യം ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിങ്ങൾ മടങ്ങുകയും അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിൻ്റെ താഴത്തിലായി ജീവിക്കുവാനുള്ള നിലപാട് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം എന്നതാണ് നമ്മൾക്കുള്ള ഗുണപാഠം ഈ സൂറത്തിലൂടെ നൽകപ്പെടുന്നത്. 8 ആയത്തുകളാണ് ഇപ്പോൾ എടുത്തത്. ഈ 8 ആയത്തുകളിലും ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുകയും അതിനെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതൽ നടപടി സ്വീകരിക്കുകയും ചെയ്യണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഈ സൂറത്ത് ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.